ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ഇനീക്വാലിറ്റീസിന്റെ അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെയും ബേസിക് കൺക്ലൂഷൻസിന്റെ 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് നമ്മൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം, ദാറ്റ് വിൽ ലേൺ റൈറ്റ് നൗ. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ പഠിച്ച ക്വസ്റ്റൻസ് നമുക്ക് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബേസിക് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. നമുക്ക് എക്സാമിൽ പക്ഷേ ബാങ്കിന് എക്സാമിനെ സംബന്ധിച്ചോളം 3-4 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ട്. ഇവിടെ കോമ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഡിമാർക്ക് ചെയ്തിട്ടുണ്ട് 3 സ്റ്റേറ്റ്മെന്റ്സ്. സോ ഫസ്റ്റ് എക്സ് ഗ്രേറ്റർ ദൻ വൈ ഇസ് ഈക്വൽ ടു സെറ്റും പിന്നെ വൈ ഈക്വൽ ടു ഇയും ഇതേപോലെ 3 സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം കൺക്ലൂഷനിൽ പോവാം. ഇവിടെ മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന എക്സിന്ന് വൈ ഇയിലോട്ട് എത്താൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഇവിടെ നമ്മളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ് കിടക്കുന്നത്. ഈ നമുക്ക് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്, തേർഡ് സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു ഡോർ വേണം. ഡോർ എന്താണ്? ഒരു കോമൺ എലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ ആണ് അവർക്കിടയിൽ. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിന് അടുത്ത സ്റ്റേറ്റ്മെന്റ് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു കോമൺ ഫാക്ടർ വേണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എക്സും ഇക്കും ഇടയിൽ എക്സിന്ന് ഇയിലോട്ടല്ലേ എത്തേണ്ടത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നോക്കുക. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കോമൺ എലിമെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്തിട്ട് അതിൽ കോമൺ എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെക്കൻഡിൽ നോക്കുമ്പോൾ നമുക്ക് കോമൺ എലിമെന്റ് കാണുന്നില്ലേ? എന്താണത്? വൈ. രണ്ടിലും വൈ കോമൺ എലിമെന്റ് ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിന് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ജമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം എക്സ് ടു വൈ എത്തേണ്ടി വരും, പിന്നെ വൈ ടു ഇ എത്തേണ്ടി വരും. സോ ബേസിക്കലി നമ്മളെ സ്റ്റാർട്ടിംഗ് എലിമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? എക്സ് ആണ്. അവിടെ നമ്മൾ എവിടെ എത്തും? കോമൺ എലിമെന്റിലോട്ട്. കോമൺ എലിമെന്റ് ഏതാണ്? വൈ. ആ കോമൺ എലിമെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? മൂവ് ചെയ്തിട്ട് ലാസ്റ്റ് എലിമെന്റിലോട്ട് പോകും. ലാസ്റ്റ് എലിമെന്റ് ഏതാണ്? ഇ ആണ്. സോ ബേസിക്കലി എപ്പോഴായാലും ഫസ്റ്റ് ടു കോമൺ, പിന്നെ ഇപ്പൊ സപ്പോസ് ഒരു കോമൺ അല്ല, ഇനി മൾട്ടിപ്പിൾ. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ജോയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കോമൺ ടു കോമൺ, അടുത്ത് പിന്നെ ലാസ്റ്റ് ആ കോമൺ ടു ലാസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമുക്കത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ എന്താണ് പറയണമെന്ന്. സോ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എക്സ് ടു വൈ എത്താൻ പറ്റുമോ നോക്കണം. എക്സ് ടു വൈ എത്താൻ പറ്റുമല്ലോ. ഇവിടെ മൗത്ത് ഓപ്പൺ ആണ്. സോ ഈ വൈയിൽ എത്തിയതിന്റെ അർത്ഥം എന്താണ്? ഇത് സെയിം അല്ലേ ഇപ്പുറത്ത് കിടക്കുന്നത്? ഈ വൈയിൽ എത്തിയതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ എത്തിയെന്നാണ്. അപ്പൊ ഈ വൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ വൈ ടു ഇ എത്താൻ പറ്റുമോ നോക്കണം. മിഡ് കോമൺ പോയിന്റ് ടു ലാസ്റ്റ് പോയിന്റ് എത്താൻ പറ്റുമോ നോക്കണം. എത്താൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ്? നമ്മളെ എത്താൻ പറ്റുന്ന കാര്യം സേഫ് ആയല്ലോ. ഇനി നമുക്ക് ഈ കൺക്ലൂഷനിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഗ്രേറ്റർ എന്നുള്ള കണ്ടീഷൻ എന്താണ്? നമ്മളെ കൺസേൺ രണ്ട് എലിമെന്റിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതുണ്ടാവണം. അപ്പൊ കൺസേൺ രണ്ട് എലിമെന്റ് ഏതാണ്? എക്സും ഇയും ആണ്. സോ ബേസിക്കലി ഇവിടെ തൊട്ട് ഇവിടെ ഇത്രയും പോയിന്റിനകത്ത് മൊത്തത്തില് ഈ എലിമെന്റ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സോ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നാൽ മതി, ആ കൺക്ലൂഷൻ ട്രൂ ആവും. സോ ബേസിക്കലി ഈ കൺക്ലൂഷൻ എന്താണ്? ട്രൂ ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളെ കൺസേൺ രണ്ട് എലിമെന്റിനെ കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണോ നോക്കിയിട്ട് അതിൽ കോമൺ എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ അതനുസരിച്ച് മൂവ് ചെയ്ത് എത്താൻ പറ്റുമോ നോക്കി പിന്നെ നമ്മളെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് എവിടെ നിന്ന് എവിടെ എത്തണം? മൗത്ത് ഓപ്പൺ വൈയിലാണ്. വൈ ടു എം എത്താൻ പറ്റുമോ നോക്കണം. സോ വൈ ഇവിടെ കിടപ്പുണ്ട്, വൈ ഇവിടെ ഉണ്ട്. എം ഇവിടെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വൈ ടു എം എത്തണമെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ടി വരും? ഈ ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ വൈ ടു എം എത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവർക്കിടയിൽ കോമൺ ഒന്നും ഇല്ല. പക്ഷെ സെക്കൻഡും തേർഡും യൂസ് ചെയ്ത് കഴിഞ്ഞാലോ ഇവിടെ ഇ കോമൺ ഉണ്ട്, കണ്ടല്ലോ. അപ്പൊ നമുക്ക് വൈ ടു എം എത്രയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വൈ ടു ഇ എത്താൻ പറ്റുമോ നോക്കണം. എത്താൻ പറ്റുന്നുണ്ടല്ലോ. വൈ ടു ഇ കോമൺ എലിമെന്റ് വരെ എത്തി. അപ്പൊ ഇയിൽ എത്തിയതിന്റെ അർത്ഥം എന്താണ്? ഇപ്പർ സൈഡിലോട്ട് എത്തിയെന്നാണ്, ഇവിടെ എത്തിയെന്നാണ്. അപ്പൊ ഇ ടു നമ്മൾ എന്ത് ചെയ്യണം? എം വരെ എത്താൻ പറ്റുമോ നോക്കണം. അതും എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ വൈ ടു എം നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ്? ഗ്രേറ്റർ ദാൻ ഉള്ള കൺക്ലൂഷൻ വേണം. നമ്മളെ കൺസേൺ രണ്ട് എലിമെന്റിനിടയിൽ, ദാറ്റ് ഈസ് വൈക്കും എമ്മിനും ഇടയിൽ ആ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവണം. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം മതി എവിടെയെങ്കിലും. സോ ആ കൺക്ലൂഷൻ എന്താണ്? ട്രൂ ആണ്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം. ലാസ്റ്റില് എക്സ് ടു കെ എത്താൻ പറ്റുമോ നോക്കണം. എക്സ് ടു കെ. സോ എക്സ് ടു കെ, എക്സ് ഇവിടെയാണ് കിടക്കുന്നത്, കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലാസ്റ്റും അല്ലേ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ്ലി കിടക്കുന്നത്. ഈ ഫസ്റ്റ് ലാസ്റ്റിന് ഇടയിൽ കോമൺ എലിമെന്റ് ഉണ്ടോ? ഫസ്റ്റ് ലാസ്റ്റിന് ഇടയിൽ കോമൺ എലിമെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നടുക്കത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ യൂസ് ചെയ്താൽ കണക്ട് ചെയ്ത് അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്ക്. ഫസ്റ്റും സെക്കൻഡും തേർഡ് യൂസ് ചെയ്താൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എക്സ് ടു വൈ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈ ടു വൈ, വൈ ടു ഇ, പിന്നെ ഇ ടു ഇ ആൻഡ് ഇ ടു എം കെ എത്താൻ പറ്റുമല്ലോ. യെസ്, അബ്സല്യൂട്ട്ലി. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം നോക്കേണ്ടത്? എക്സ് ടു വൈ, ഇത് ഫസ്റ്റ് കോമൺ എലിമെന്റ്. അടുത്തൊന്ന് ആ വൈന്ന് അടുത്ത കോമൺ എലിമെന്റ്, ദാറ്റ് ഈസ് ഇ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി ആ കോമൺ എലിമെന്റ് അപ്പർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇ ടു ലാസ്റ്റ് എലിമെന്റ് കെ. അപ്പൊ എക്സ് ടു വൈ എത്താൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അബ്സല്യൂട്ട്ലി. അപ്പൊ ഈ വൈയിൽ എത്തിയതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എത്തിയെന്നാണ്. ഇനി വൈ ടു ഇ എത്താൻ പറ്റുന്നുണ്ടല്ലോ? അതും പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എത്തിയെന്നാണ്. അപ്പൊ ഇ ടു എം എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? ഇ ടു എമ്മും എത്താൻ പറ്റുന്നുണ്ട്.
എന്നിട്ട് പിന്നെ എം ടു കെയും എത്താൻ പറ്റുന്നുണ്ട്. സോ ബേസിക്കലി എക്സ് ടു കെ എത്താൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഇവിടെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ട്, പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും മൊത്തത്തിൽ ഒരിടത്ത് ഉണ്ടായിരുന്നാൽ മതി. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ പലപ്പോഴും സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ മൊത്തം റീ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, പിന്നെ ഈ വൈ ഗ്രേറ്റർ ദാൻ ഇ, ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് എക്സാമിന് കിട്ടില്ല. സോ കാണുന്ന ഇത് വെച്ചിട്ട് തന്നെ അതിനെ അറേഞ്ച് ചെയ്ത് നമ്മളെ മനസ്സ് ജസ്റ്റ് നമ്മളൊരു എന്താ പറയണേ ഒബ്സർവേഷൻ സ്കില്ലാണ്. നന്നായിട്ട് നോക്കിയിട്ട് അതിനെ ഒബ്സർവ് ചെയ്ത് ക്വസ്റ്റൻ സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വെരി സിമ്പിൾ കൺസെപ്റ്റ്, പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. ഓക്കെ, അടുത്ത് നോക്കാം. ഇവിടെ സെയിം എക്സാമ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ എവിടെ നിന്ന് ഇവിടെ എത്താൻ പറ്റും നോക്കണം. എഫ് ടു ബി, എഫ് മൗത്ത് ഓപ്പൺ ആണ്. എഫ് ടു ബി എത്തണമെങ്കിൽ നമുക്ക് എന്താണ്, എഫ് ഇവിടെ കിടപ്പുണ്ട്, ബി ഇവിടെ കിടപ്പുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ കോമൺ എലിമെന്റ് എന്താ ഉള്ള, സി ആണ് കോമൺ ഉള്ള. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. സോ ബേസിക്കലി സി മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എവിടെ എത്തണം, എഫ് ടു സി എത്തണം. എഫ് ടു ജി എത്താൻ പറ്റും, പക്ഷെ ജി ടു സി എത്താൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഒരു പോയിന്റിൽ അങ്ങോട്ട് എത്താനേ പറ്റുന്നില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് ആബ്സൊല്യൂട്ട്ലി ഫാൾസ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്, ജി ലെസ് ദാൻ എ. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. സോ ജി ലെസ് ദാൻ എ ട്രൂ ആവണമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന എ എന്നാണ്. അപ്പോൾ എ ടു ജി എത്താൻ പറ്റും നോക്കാം. എ ഇവിടെ കിടപ്പുണ്ട്, ജി ഇവിടെ കിടപ്പുണ്ട്. അഗൈൻ കോമൺ എലിമെന്റ് എന്താണ്, സി തന്നെയാണ്. സോ എ ടു സി ആദ്യം എത്താൻ പറ്റണം. എ ടു സി എത്താൻ പറ്റുമല്ലോ, എ ടു ബി പറ്റും, ബി ടു സി പറ്റും. ഇനി സിയിലോട്ട് എത്തി. ഈ സിയിലെത്തിയതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് ചാടിയെന്നതാണ്. ഇനി സി ടു എങ്ങോട്ട് എത്തണം, ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ജി. സി ടു ജി എത്തണം. അത് എപ്പോഴും കാര്യം ഓർമ്മ വേണം. ഫസ്റ്റ് കോമൺ, കോമൺ ടു ലാസ്റ്റ്, അല്ലാതെ ഫസ്റ്റ് കോമൺ പോയിട്ട് ലാസ്റ്റ് കോമൺ അല്ല. ഫസ്റ്റ് കോമൺ, കോമൺ ടു ലാസ്റ്റ്, ഫസ്റ്റ് കോമൺ, ഈ കോമൺ ടു ലാസ്റ്റ്. ഇപ്പോൾ ജി ടു സി ടു ജി എത്താൻ പറ്റി. ഇനി നമുക്ക് ഈ സിമ്പിൾ ഒരു പ്രാവശ്യം ഇതിനിടയിൽ ഉണ്ടാവണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്, അവിടെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പം ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞിട്ട് അത് തെറ്റൊന്നുമല്ല. ഓക്കെ, കാരണം നമുക്ക് എ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എയുടെ പെർസ്പെക്റ്റീവ് ഇത് വലുത് വലുത് വലുത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വലുതായിട്ട് തന്നെ വരുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു, എത്താൻ പറ്റുന്നുണ്ടോ നോക്കിയപ്പോഴും അവിടെ തന്നെ അത് കറക്റ്റ് ആയിരുന്നു. സോ ഓൺലി 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഐ ഹോപ്പ് ഇസ് ക്ലിയർ. സോ നിങ്ങൾക്ക് ഈ കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഐദർ ഓർ കണ്ടീഷൻസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ഡിസ്കസ് ചെയ്യും. അതും വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. സോ പ്ലീസ് മേക്ക് ഷുവർ യു വാച്ച്. ആ വീഡിയോ കാണുന്ന മുമ്പ് ഇത് മൊത്തം വാച്ച് ചെയ്തിട്ട് നല്ലതായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് വേണം ആ വീഡിയോ കാണാൻ. ഓക്കെ, സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.